ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് ഈസി ആക്കാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും എൻ്റെ ആൾക്കാർ ചോദിക്കുന്നതാണ്, നിനക്ക് എങ്ങനെയാണ് 24 മണിക്കൂർ തികയുന്നത് എന്നുള്ളത്. അത്രമാത്രം കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിനെ ഈസി ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇപ്പോൾ വാർഡത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ ദിവസവും ഒരുപോലെ അല്ല കേട്ടോ. പക്ഷേ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ മനഃപൂർവ്വം തന്നെ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. കുറേ കാലം അത് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതേ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് മുഖം കഴുകിയിട്ടുണ്ട്. മുഖം കഴുകി കഴിഞ്ഞപ്പോൾ കണ്ടു ഓൾറെഡി എനിക്ക് ഓടി പിൻപിൾ വന്നിട്ടുണ്ട് കേട്ടോ. പീരിയഡ്സ് ആയതിൻ്റെയാണ്. നമ്മൾ വീട്ടിലത്തെ റുട്ടീനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് കേട്ടോ വാർഡിൽ പോകുന്നത്. ഒരു മരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മരിപ്പിന് പോയി വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഞ്ചായത്തിലോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മരിച്ച വീട് കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സത്യം ഇത് മെമ്പറായ ശേഷം വന്ന മാറ്റമാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ അത് ആരും അറിയരുത് എന്നാണ് വിചാരിക്കാറ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആളുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൂടെ വേണമല്ലോ. ഈ പൊളിറ്റിക്സ് നമുക്ക് അത്രമാത്രം വശമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പവർ കഴിവിൻ്റെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും നമ്മളെല്ലാവരും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഫ്ലോപ്പല്ല, പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വിത്ത് റീസൺ തന്നെ നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ വായിലിരിക്കുന്ന മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ. നമ്മൾ മെമ്പറായിട്ട് അവർക്കത് ചെയ്തു കൊടുത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ ആൾക്കാരും സംസാരിക്കുക. പക്ഷെ കുറേ ആളുകളുണ്ട് കേട്ടോ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വാർഡിൽ കുറച്ചും കൂടെ ആളുകൾ നല്ല രീതിക്കാണ് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ വെച്ചാൽ നടക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അവരോട് ഇന്ന കാര്യം ചെയ്താൽ നടക്കുമെന്ന് പറയും. ഇനി നടക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അമിത പ്രതീക്ഷയൊന്നും കൊടുക്കില്ല കേട്ടോ. ഇന്ന കാരണം കൊണ്ട് അത് നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് വ്യക്തമാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മെമ്പർ പണി പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില നേരത്ത് നമുക്ക് നല്ല സങ്കടമൊക്കെ വരും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു തരത്തിൽ നമുക്ക് സർവീസ് ആയിട്ടും കൂടെ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കൂടെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചാരിറ്റി നമുക്ക് ഇങ്ങനെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ പോട്ടെ, കീപ്പ് ഇറ്റ് അപ്പാട്ട്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മളെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഫ്രഷായി നമ്മുടേതായിട്ടുള്ള പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾക്ക് നിൽക്കുന്നത്. അപ്പോൾ 8 മണിക്കാണ് നമ്മൾ നമ്മുടെ മെൻറ്ററിങ് ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രാവിലത്തെ റുട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ വീക്ക്ലി വൺസ് മീൽ പ്രപ്പിൻ്റെ കാര്യമൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ ഒരു ഡൗട്ട് പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കും കൂടെ റീച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ചില ദിവസങ്ങൾ ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം മാവാട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മയാണ് നോക്കുക. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഉമ്മ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരാറില്ല. പക്ഷേ ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ താളം തെറ്റും കേട്ടോ. ഞാൻ മുന്നേ ജോലിക്ക് പോകുന്ന സമയത്തായിക്കോട്ടെ ഇപ്പം ഉമ്മ ഇല്ലാത്തപ്പോഴായിക്കോട്ടെ ഞാൻ വീട് ടേക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറ്റാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് വുമൺ ആണ്. എനിക്ക് ഫുൾ ടൈം അതിൻ്റെ വീട്ടിലിരിക്കാനായിട്ട് പറ്റാറില്ല. അതേപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് നോക്കിക്കൊണ്ടിരിക്കാനോ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കാനോ കിച്ചൺ നോക്കിക്കൊണ്ടിരിക്കാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് മീൽ പ്രിപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അതല്ല വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താലും എനിക്ക് വളരെ സന്തോഷം. എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് മോമാണ് അല്ലെങ്കിൽ ഞാനൊരു പെർഫെക്റ്റ് വൈഫാണ്. എൻ്റെ കെട്ടിയൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്നത് മുതൽക്ക് എൻ്റെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയാനായിട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യാന്നുള്ളത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആക്കാൻ എൻ്റെ ലൈഫ് ഈസി ആക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഞാനിപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ, പറ്റുന്ന പോലെ. പക്ഷെ എന്നിട്ടും എൻ്റെ ലൈഫ് ഈസി അല്ല. കാരണം നമ്മൾ നല്ലോണം പണിയെടുക്കണം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കടലക്കറിയാണ്. പക്ഷേ ഇതേപോലെയുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ മീൽ പ്രിപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളത് കൊണ്ടുവന്ന പാടെ തന്നെ കഴുകാൻ നിൽക്കരുത്. അതിലത്തെ പൊടികളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം ഇതേപോലെ ഒരു ക്ലീൻ റാപ്പിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് അത് കേടുവരാതിരിക്കും. അങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. വേറെ ഒരു
കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. കടല ഒരു 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ 2-3 തവണ ഉണ്ടാക്കാനുള്ള കടലേനെ നമ്മൾ നന്നായിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തവണത്തേക്ക് അല്ലെങ്കിൽ 3 തവണത്തേക്കൊക്കെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ആ കടല മതിയാവും കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളൊന്ന് കടല വേവിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര ഈസി ആയിരിക്കില്ലേ. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഫ്രിഡ്ജിലാണ് വെക്കുക കേട്ടോ. നമുക്ക് 2-3 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഫ്രിഡ്ജിലാണ് വെക്കുക. പക്ഷെ അതിനെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെക്കും കേട്ടോ. പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ തൊലിച്ച് അരിഞ്ഞ് വെക്കും. പച്ചക്കറി കൊണ്ടുവന്ന പാടന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പും അതേപോലെ വിനീഗറും പാടെ വെള്ളത്തിൽ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം പച്ചക്കറി അതിൽ മുക്കി വെക്കുക. എന്നിട്ട് എല്ലാതും ഒന്നെടുത്ത് തുടച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പച്ചക്കറി അരിയാം. വെള്ളമില്ലാതെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അരിഞ്ഞിട്ട് വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 തവണ ഈ പറഞ്ഞ പോലെ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, രാവിലെ നമ്മുടെ കുറേ സമയം പോകുന്നുണ്ടാവുക. കുക്ക് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. കുക്ക് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ സമയം പോകുന്ന പരിപാടിയാണ് എന്ത് തേങ്ങ ഞാൻ കുക്ക് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള വലിയൊരു പരിഹാരമായിരിക്കും. നമ്മൾ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയാൽ നമുക്കറിയാം എനിക്ക് കുറേ സാധനങ്ങളുണ്ടല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കുറേ തവണ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. എൻ്റെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ. കാരണം കിച്ചൺ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മയാണ് കാര്യമായിട്ട് നോക്കിത്തരും. ഉമ്മ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രഷറില്ല. പക്ഷേ ഇമ്മ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ മുന്നേ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ വീടും ജോലിയും എൻ്റെ പഠിത്തവും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട്, അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്നു. അപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹെവി എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ മീൽ പ്രെപ്പ് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമാക്കാനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് തിരുമ്പലും, രാവിലെ പൈപ്പിൽ വെള്ളം വരിക 1-1.5 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ ആ 1-1.5 മണിക്കൂർ നേരത്തേക്ക് അകത്ത് തിരുമ്പി കുളിച്ച് പാത്രം കഴുകി ബാത്റൂം അടിച്ച് കഴുകി തുടച്ച് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഒരു മാസത്തെ എൻ്റെ സാലറി കൊണ്ടായിരുന്നു ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ എനിക്ക് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും അങ്ങനെയൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചത്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ജോലി ഈസി ആക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ ഡിഷ് വാഷറൊക്കെ വാങ്ങിക്കുക. ഡിഷ് വാഷർ നല്ല പൈസ ആയതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ ഒരു ഡിഷ് വാഷറൊക്കെ വാങ്ങി വെക്കുക എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഞാൻ 2 തവണ ഉണ്ടാക്കാനുള്ള കടലയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ 1 തവണ ഉണ്ടാക്കാനുള്ള കടല എൻ്റെ പിള്ളേർ തന്നെ തിന്ന് തീർത്തു. അപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ഈ ഒരു കടലേനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ മസാല ആക്കിയ ഈ മസാല തന്നെ മിയക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കും കേട്ടോ. അവൾക്ക് ഇത് ഉപ്പേരി ആക്കിയിട്ട് ഈ ഒരു മസാല കൊടുത്തയക്കുക ചെയ്യാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോറ് റൈസ് ഇട്ടിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് റൈസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ തന്നെ ഒരു റൈസ് പുലാവ് പോലെ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാം. വേറൊരു കാര്യം, ഇത് നമ്മുടെ പലഹാരത്തിലോട്ടുള്ള കറിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2-3 തരത്തിൽ നമുക്കിതുണ്ട്. അതായത് നമ്മൾ ഒരു സാധനം കൊണ്ട് തന്നെ അവിയലും ഉപ്പേരിയും പുലിശ്ശേരിയും എലിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന വേറൊരു പണി. സീരിയസ്ലി നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണ്, നിങ്ങൾക്ക് പണി ചെയ്ത് നട്ടേറ്റവും തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഹെൽപ്പ് ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്നുള്ളൂ. എല്ലാ ഉടായ്പും പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അടുപ്പിലാണ് നമ്മളിപ്പോൾ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് തലേ ദിവസം തന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മാവ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ നാഷനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, തീരെ വറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കുറേ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. അപ്പം തന്നെ സമയം കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് കുഞ്ഞായ്മയും കേൾക്കാൻ പോകാനോ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് TV കണ്ടിട്ടോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ടോ നിങ്ങളുടെ സമയം സ്പോയിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ടൈലറിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് പഠിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തത്തിലോട്ട് നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഏറ്റവും വലിയ കാര്യം, കുറേ ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് 24/7 നിങ്ങളിങ്ങനെ കിച്ചണിലായി പോകുന്നത് കൊണ്ട് തന്നെ സെൽഫ് കെയർ തീരെ ഉണ്ടാവില്ല. അവർ വർക്കൗട്ട് ചെയ്യില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല, നല്ലോണം വെള്ളം കുടിക്കില്ല, എപ്പോഴും പണിയാണല്ലോ. അതുകൊണ്ട് അവരേനെ കാണുമ്പോൾ തന്നെ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഡള്ളായിരിക്കും, കണ്ണിൻ്റെ താഴേക്ക് ഇങ്ങനെ കറുത്ത കളർ ഉണ്ടായിരിക്കും, ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാനും കൂടെ മടി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊരു എണ്ണ തേച്ച് കുളിക്കാം,
അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല തൈരോ മഞ്ഞളൊക്കെ നിങ്ങളുടെ ഫേസിൽ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മറ്റേ നേരത്തെ ഉപ്പേരിക്ക് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് എരിവ് ഇത്തിരി കുറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടാവും മേക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ നിങ്ങൾ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ ഞാനൊരു പാത്രത്തിൽ കാണിച്ചു തന്നില്ലേ, ആ ഉള്ളി ഞാൻ നേരത്തെ തൊലിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ തൊലിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് സ്റ്റോർ ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ChatGPT ചോദിച്ചപ്പോഴും ഗൂഗിളിൽ ചോദിച്ചപ്പോഴും എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഒരു തവണ തിളപ്പിക്കുമ്പോൾ പോകുന്ന ന്യൂട്രീഷൻ എത്രയാണോ അത്ര തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴും എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അതിന് മേലത്തൊന്നും പോകില്ല എന്നാണ് പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണം, അപ്പം അരിയുന്ന ഉള്ളി വേണം, അല്ലെങ്കിൽ അപ്പം ചതയ്ക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് സമാധാനം വേണം, കുറച്ചധികം സമയം വേണം, നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിന്നാൽ മതി കേട്ടോ. ഈ മീൽ പ്രെപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ സാധാരണ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വറുത്തരച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ മുതലുള്ള ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എനിക്കുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വറുത്തരച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയും കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം പാടെ ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തൂല. നമ്മൾ പൊതുവേ ടയർഡായി പോകും, സെഡായി പോകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി അവരേനെയും കൊണ്ടും കൂടെ ചെയ്യാനായിട്ട് പറയാം. ഇവിടെ കൂടുതലും എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേയാണ് പിന്നെയും മടി പിടിച്ചിരിക്കാറ്. മക്കൾ അത്രയ്ക്കും കണ്ട് മടി പിടിക്കാറില്ല. പിന്നെ വെള്ളം കൊണ്ടുവന്ന് തരുന്ന കാര്യം, കുടിക്കാനുള്ള കിണർന്ന് വെള്ളം കൊണ്ടുവരില്ല. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കാരണം കൊണ്ടും പിന്നെ എൻ്റെ ഓവറിയിൽ ആ കല്ലപ്പൊക്കെ ഉള്ളത് കാരണം കൊണ്ടും കുറേ കാലമായിട്ട് ഇപ്പോൾ എൻ്റെ മീക്കുട്ടിയുടെ ഡെലിവറി നിർത്തിയതിന് ശേഷം എൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കാരണം കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് തരുന്ന കാര്യമുണ്ട്. പക്ഷെ മുടങ്ങാണ്ട് ചെയ്യട്ടോ. പിന്നെ എന്നാലും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ അനുഭവത്തൊന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ നമ്മളോട് കുറച്ച് സ്നേഹമുള്ള ഹസ്ബൻഡ് ആകുമ്പോൾ അവരും കൂടെ സഹകരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ എൻ്റെ പക്ഷേ സഹകരിക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം മൗലൂദ് ഓതിയ സമയത്ത് വീട്ടിൽ പെങ്ങന്മാരൊക്കെ വന്ന സമയത്ത് ബഷിയാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പീരിയഡ്സും കൂടെ ആയിരുന്നു, എനിക്ക് എണീക്കാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. ബഷി മക്കളും കൂടെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഷാഅല്ലാഹ്. അപ്പോൾ ഒരു സ്ലീപ്പർ സെല്ല് പോലെയാണ്. ആവശ്യമുള്ള സമയങ്ങളിൽ അവർ നമുക്ക് നല്ല കട്ട സപ്പോർട്ട് തരും. അല്ലാത്തപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി വലിച്ചോട്ടെ എന്ന് പറയും. ഇനി ആ ഒരു ശീലം കൂടെ ഞാൻ വിചാരിക്കുന്നു മാറ്റിയിട്ട് ഒക്കെ ഒന്ന് റുട്ടീനാക്കി വെക്കണം എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാവ് ആട്ടി കഴിഞ്ഞതിൻ്റെ ആ ഒരു ആവേശത്തിൽ ആക്ച്വലി എൻ്റെ മാവ് നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിയക്കുട്ടി ചോറിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചോറിടാണ്ട് വെറും ഉലുവയും ഉഴുന്നും മാത്രം ഇട്ടിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പച്ചരിയാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവ് എന്നിട്ട് നന്നായിട്ട് പൊന്തി, ചോറിടാണ്ടെന്ന് നന്നായിട്ട് പൊന്തിൻ്റെ സന്തോഷത്തിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ ചായ ഒട്ടുമിക്കപ്പോഴും ഇങ്ങനെയാണ്, ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി തൊലി കളഞ്ഞ ഇഞ്ചി തന്നെയാണ് കേട്ടോ. അതും ഇനി തൊലി കളഞ്ഞ ഇഞ്ചി ഫ്രിഡ്ജിൽ വെച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോടത് ഡിമാൻഡ് ചെയ്യില്ല. പക്ഷേ ഞാൻ ചെയ്ത റിസർച്ചിലും ഞാൻ സംസാരിച്ച ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നൊന്നും അതിനൊന്നും എനിക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള വലിയ എവിഡൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നാടൻ പാലാണ്. അപ്പോൾ അതിലോട്ട് ഇഞ്ചി അരച്ചിട്ടിട്ട് ചായ ഉണ്ടാക്കുക, നോർമൽ ചായ ഉണ്ടാക്കുക. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലിനനുസരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അതിലോട്ട് ഏലക്കായ ഇടും, ചിലപ്പോൾ ബേ ലീഫ് ഇടും, ചിലപ്പോൾ പട്ട ഇടും. അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് എനിക്ക് എങ്ങനെയാണോ ചായ ഉണ്ടാക്കാൻ തോന്നുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കുടിക്കല പതിവ്. ഇന്നത്തെ ചായയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പണി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ചായ കുടിക്കുന്നത് ഞാൻ എന്നോട് ചെയ്യുന്ന എന്തോ ഒരു നന്ദി ചെയ്യുന്ന പോലെയാണ്. ഞാൻ മാത്രമാണ് ആ ചായ കുടിക്കുള്ളൂ, എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചായയാണ്. സോ ഐ എം വെരി ഹാപ്പി ആ ഒരു ചായ കുടിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത് ദോശ ചുടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനിവിടെ ഒരു വമ്പൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ദോശച്ചട്ടിയിൽ ദോശ ഇടുന്നതിന് മുമ്പ് എണ്ണ തേച്ചില്ല ഗൈസ്. അത് കാരണം കൊണ്ട് തന്നെ ആ ദോശ ഞാൻ എടുക്കാൻ പെടുന്ന പാട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു, ഞാൻ എവിടെ നോക്കിയിട്ടാണ് ദോശ ഒഴിച്ചതൊക്കെ ഞാൻ ആലോചിക്കില്ലേ. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു പണികളൊക്കെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ ഒരു 10,000 പ്രാവശ്യം ചീത്ത വിളിക്കും കേട്ടോ. അയ്യോ നിനക്ക് എന്തോ കണ്ണുണ്ടൂടെ, നീ എന്ത് പണിയാണ് കാണിക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ ഒരു മിനിറ്റ്, എനിക്ക് ഒരു ക്ലിപ്പോടെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ക്ലിപ്പ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇതൊന്ന് പഠിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിയ സമയത്ത് എൻ്റെ കഴുത്ത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ദോശയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതിൻ്റെ മുന്നേ ഞാനൊരു ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു. ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് ചില്ലറൊന്നും ആയിരുന്നില്ല കേട്ടോ.
നമ്മളൊക്കെ മറന്നു പോകാറില്ലേ ചില കാര്യങ്ങൾ. ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഹറിബറി ആയിട്ട് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ അല്ലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പാടുമെന്നുള്ളത് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. പറയാൻ എങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടുമെന്ന് അറിയോ ഈ ദോശക്കല്ലെന്ന്. പക്ഷേ ഞാൻ കടന്നിട്ട് തിത്തേതരികളെ കളിക്കുക. കണ്ട ഇതെപ്പോൾ കിട്ടും ഇപ്പം കിട്ടും നോക്കി നിന്നത് പറയുന്ന അവസ്ഥയിൽ കിട്ടില്ലടാ. നമുക്കിങ്ങനെ കിട്ടും കിട്ടുമെന്ന് തോന്നും, പക്ഷെ കിട്ടില്ല. കണ്ടില്ല, അതങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ മൊത്തം നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ദോശ നല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ കറി ഒഴിച്ച ദോശ, പിന്നെ അവിടെ നിന്ന് ഈ ഒറ്റ ദോശ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല ദോശയായിരുന്നു. ആൻഡ് ഞാൻ ദോശക്കല്ല് സെയിം ദോശക്കല്ല് കഴുകി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇത് തലേ ദിവസം രാത്രി ചിക്കൻ കൊണ്ടുവന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഈ ഒരു സാധനം കൂടുതൽ നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ ചിക്കൻ മസാല തേച്ച് വെക്കുക അല്ലെങ്കിൽ മീൻ മസാല തേച്ച് വെക്കുകയൊക്കെ ചെയ്താൽ നല്ല ഗുണമാണ് കേട്ടോ. എപ്പോഴാണോ നമുക്ക് ചോറ് കൊണ്ടുവേണ്ടത് ആ സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് കറിയൊന്നും പെട്ടെന്ന് കിട്ടാത്തത് ആ സമയത്ത് ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തയച്ച വാഴയിലയിൽ അവർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിരുന്നു. പൊതിച്ചോറ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് കൊടുത്തയച്ചിട്ടുള്ള ലഞ്ച് ബോക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ നമ്മൾ മസാല തേച്ച് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എത്രമാത്രമാണെന്നുള്ളത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ വീക്കെൻഡ്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചില ദിവസം രാത്രിയിലായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്ന സമയത്താണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുക. എനിക്ക് അങ്ങനെ റുട്ടീനാക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയില്ല. ഇപ്പം ഞാൻ തലേ ദിവസം ഉള്ളി തൊലിക്കുന്ന കാര്യവും അല്ലെങ്കിൽ ഇതുപോലെ വിനീഗർ ഒഴിച്ച് വെക്കുന്ന കാര്യവും മാവാട്ടുന്ന കാര്യമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതൊക്കെ ഞാൻ തലേ ദിവസം രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കുറേയൊക്കെ എനിക്ക് ഉള്ളി തൊലിക്കാനായിട്ട് എൻ്റെ ഷേനുട്ടി മെമ്മോളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് എനിക്ക് ഈസി ആയത്. അതായത് ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനീഗർ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് ഞാൻ മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാവാട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ ക്ലിപ്പുകളൊക്കെ എവിടെ പോയി കിടക്കാമെന്ന് തൊട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ മുന്നിട്ടതാണോ വീണ്ടും വരുന്നുണ്ടോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മാവാട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.